എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളീയ കലണ്ടറൊക്കെ അനുസരിച്ച് 1202 ആണ്ട് വരികയാണ്. വരാനിരിക്കുന്ന ഈ ഒരു വർഷക്കാലം പ്രപഞ്ചത്തിലെ പ്രധാന ഗ്രഹങ്ങളായ വ്യാഴം, ശനി, അതുപോലെ രാഹുകേതുക്കൾ എന്നിവയുടെയൊക്കെ സഞ്ചാരം കർക്കിടകൻ രാശിക്കാരുടെ ജീവിതത്തിൽ എങ്ങനെയുള്ള മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കുന്നത്. കർക്കിടകൻ രാശിയിൽ ജനിച്ചവർക്ക്, അതായത് പുണർതം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ വർഷം വലിയൊരു വഴിത്തിരിവുകളുടെ കാലമാണ്. വീഡിയോ മുഴുവനായും കാണുക. വീഡിയോയുടെ അവസാനം ഈ വർഷം ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെപ്പറ്റിയും പറയുന്നുണ്ട്. ആദ്യം തന്നെ ഈ വർഷത്തെ പ്രധാന ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2026 ഒക്ടോബർ 31 വരെ വ്യാഴം നിങ്ങളുടെ സ്വന്തം രാശിയായ കർക്കിടകത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. ജന്മവ്യാഴമാണ്. തുടർന്ന് 2027 ജനുവരി 24 വരെ ആ വ്യാഴം രണ്ടാം ഭാവമായ ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറുന്നു. അതിനുശേഷം വക്രഗതിയിൽ വീണ്ടും 2027 ജൂൺ 25 വരെ കർക്കിടകത്തിലും അതിനുശേഷം ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറുകയും ചെയ്യുന്നുണ്ട്. 2027 ജൂൺ മാസം വരെ ശനി മീനൻ രാശിയിലാണ്, 9ാം ഭാവത്തിൽ. അതിനുശേഷം മേടൻ രാശിയിലേക്ക് കർമ്മഭാവത്തേക്ക് ശനി രാശി മാറുന്നുണ്ട്. 2026 ഡിസംബർ 5 രാഹു കുംഭത്തിൽ നിന്ന് മകരത്തിലേക്കും കേതു കർക്കിടകൻ രാശിയിലേക്കും, അതായത് ജന്മകേതു രാശി മാറുന്നുണ്ട്. ഈ ഒരു സങ്കീർണമായ ഗ്രഹസ്ഥിതി നിങ്ങളുടെ ജീവിതത്തിലെ വിവിധ മേഖലകളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് ഘട്ടം ഘട്ടമായി പരിശോധിക്കാം. ആദ്യമായി കർക്കിടകൻ രാശിക്കാരുടെ തൊഴിൽ, ബിസിനസ് മേഖലകളെക്കുറിച്ച് ചിന്തിക്കാം. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഒക്ടോബർ മാസം വരെ ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം തൊഴിൽ രംഗത്ത് ചില ഉത്തരവാദിത്തങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ തരുമെങ്കിലും 9ാം ഭാവത്തിലെ ശനി നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ നൽകുന്നതാണ്. ഒക്ടോബറിന് ശേഷം വ്യാഴം ചിങ്ങൻ രാശിയിലേക്കൊക്കെ മാറുന്നതോടെ തൊഴിലിൽ വലിയ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ്. സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലുമൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഒക്ടോബർ 31 ശേഷം അനുകൂലമായ സ്ഥലം മാറ്റത്തിനോ അല്ലെങ്കിൽ പ്രമോഷനോ ഒക്കെയുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്ന് അംഗീകാരമൊക്കെ ലഭിക്കും. എന്നാൽ 2027 ജൂണിന് ശേഷം ശനി 10ാം ഭാവത്തിലേക്ക് രാശി മാറുന്നതിനാൽ ആ സമയത്ത് ജോലിയിൽ കൂടുതൽ കഠിനാധ്വാനമൊക്കെ ചെയ്യേണ്ടി വരും. ഈ ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യം നോക്കാം. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള സമയം വളരെയധികം മികച്ചതാണ്. പങ്കാളിത്ത കച്ചവടത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ ഡിസംബർ 5 ശേഷമുള്ള രാഹുവിൻ്റെ മാറ്റം കാരണം പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയും ശ്രദ്ധിക്കണം. അതുപോലെ ഒപ്പിടുന്ന കരാറുകളൊക്കെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി ഒപ്പിടേണ്ടതുമാണ്. ഇനി സാമ്പത്തികം എങ്ങനെയുണ്ടെന്ന് നോക്കാം. 1202 ആണ്ടിൻ്റെ തുടക്കത്തിൽ ചെലവുകളൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഒക്ടോബർ അവസാനം വ്യാഴം ധനഭാവമായ ചിങ്ങത്തിലേക്ക് എത്തുന്നതോടെ നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ വർദ്ധിക്കുന്നതാണ്. ദീർഘകാലമായിട്ട് മുടങ്ങിക്കിടന്ന ധനമൊക്കെ കൈകളിൽ വന്നു ചേരാം. റിയൽ എസ്റ്റേറ്റ്, ഭൂമി ഇടപാടുകൾ എന്നിവയിൽ നിന്ന് ലാഭമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. സ്വന്തമായി വീട് അല്ലെങ്കിൽ വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. എന്നിരുന്നാലും ഡിസംബറിൽ ജന്മത്തിലേക്ക് വരുന്ന കേതുവും പിന്നീട് കർമ്മശനിയും അനാവശ്യ ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കാൻ പ്രേരിപ്പിച്ചേക്കാം. അതിനാൽ ചിട്ടയായ ഒരു ബഡ്ജറ്റ് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ചിട്ടുകളിലോ ദീർഘകാല നിക്ഷേപങ്ങളിലോ ഒക്കെ പണം മുടക്കാൻ ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇനി അടുത്ത കുടുംബജീവിതത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, കുടുംബജീവിതത്തിൽ ഈ വർഷം മിശ്രമായ ഫലങ്ങളാണ് കാത്തിരിക്കുന്നത്. വ്യാഴം 2ാം ഭാവത്തിലൊക്കെ നിൽക്കുന്ന 2026 ഒക്ടോബർ മുതൽ 2027 ജനുവരി വരെയുള്ള സമയത്ത് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ നിലനിൽക്കും. മംഗളകർമ്മങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ 2026 ഡിസംബർ 5 രാഹു 7ാം ഭാവത്തിലേക്കും കേതു 1ാം ഭാവത്തിലേക്കും വരുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾക്ക് കാരണമായേക്കാം.
പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ചെറിയ കാര്യങ്ങളെ ചൊല്ലി തർക്കങ്ങളിൽ ഏർപ്പെടുന്നതൊക്കെ ഒഴിവാക്കുക. പരസ്പര വിശ്വാസവും തുറന്ന ചർച്ചകളും ഈ കാലയളവ് ബന്ധങ്ങളെയൊക്കെ ദൃഢമാക്കാൻ സഹായിക്കും. അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും വിവാഹ കാര്യങ്ങളിലുമൊക്കെ നല്ല തീരുമാനങ്ങൾ ഈ സമയത്ത് ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ വർഷം വളരെയധികം നിർണായകമാണ്. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ശ്രദ്ധക്കുറവോ പഠനത്തിൽ മടുപ്പോ ഒക്കെ തോന്നാമെങ്കിലും ഒക്ടോബറിനൊക്കെ ശേഷം വ്യാഴത്തിൻ്റെ അനുഗ്രഹം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതാണ്. ഉപരിപഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും മികച്ച വിജയമൊക്കെ കൈവരിക്കാനും സാധിക്കുന്നതാണ്. വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കർക്കിടകം രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഡിസംബറിന് മുൻപുള്ള സമയം കൂടുതൽ എളുപ്പമുള്ളതായിരിക്കും. കേതുവിൻ്റെ ജന്മരാശിയിലെ സ്ഥിതി കാരണം പഠനകാര്യങ്ങളിൽ അലസതയൊക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യകാര്യത്തിൽ കർക്കിടകം രാശിക്കാരെ ഈ വർഷം കുറച്ചധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ജന്മത്തിൽ വ്യാഴവും പിന്നീട് കേതുവും ഒക്കെ വരുന്നത് കൊണ്ട് മാനസികമായ സമ്മർദ്ദങ്ങളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ ആശങ്കകളൊക്കെ നിങ്ങളെ അലട്ടാനും സാധ്യതയുണ്ട്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ വയറുവേദനയൊക്കെ ഉള്ളവരെ ഭക്ഷണകാര്യത്തിൽ കർശനമായ നിയന്ത്രണം പാലിക്കണം. യാത്രകളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് 2027 ജൂണിന് ശേഷം ശനി 10ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നത് അതീവ ശ്രദ്ധ കൊടുക്കുക. യോഗ, ധ്യാനം എന്നിവയൊക്കെ ശീലിക്കുന്നത് മാനസികാരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നതാണ്. ഈ വർഷത്തെ ഗ്രഹദോഷങ്ങളുടെ തീവ്രതയൊക്കെ കുറയ്ക്കാനും ഗുണഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനുമായി കർക്കിടകം രാശിക്കാർ ചെയ്യേണ്ട പ്രധാന പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. മഞ്ഞപ്പൂക്കളൊക്കെ വഴിപാടായി കൊടുക്കുന്നതും നല്ലതാണ്. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം കത്തിക്കുക. ശനി സ്തോത്രങ്ങളൊക്കെ ജപിക്കുക. രാഹു കേതുക്കളുടെ പ്രീതിക്കായി സർപ്പക്ഷേത്രത്തിൽ വഴിപാടൊക്കെ നടത്തുക. ഞായറാഴ്ചകളിൽ രാഹുകാല സമയത്ത് ദുർഗാദേവിക്ക് വിളക്ക് തെളിയിക്കുന്നതും കേതുദോഷ പരിഹാരത്തിനായി ഗണപതി ഹോമവും ഭഗവാന് കർഗമാലയൊക്കെ സമർപ്പിക്കുന്നതും ദോഷങ്ങളെ ലഘൂകരിക്കുന്നതാണ്. കർക്കിടകം രാശിക്കാരായ എല്ലാവർക്കും ഈ 1202 ആണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും പുരോഗതിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.